ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിത നോക്കുമ്പോഴേക്കും രചന ആദിനെയും കൂട്ടി രാവിലെ തന്നെ വന്നിരിക്കണം മഹേഷിനെ നോക്കാനായിട്ട്. പിന്നെ ഇപ്പൊ ഇഷിതക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇഷിത രചന അടുത്ത് പറയണ്ട്, ഇപ്പൊ മഹേഷ് ബോറടിക്കുന്ന ടെൻഷനായിട്ടാ ഞാനിവിടെ നിന്നത്. ഇനിയിപ്പോ എനിക്ക് ധൈര്യമായിട്ട് ഹോസ്പിറ്റലിൽ പോവാലോ എന്ന് പറയുമ്പോ രചന പറയണ്ട, അതിനെന്താ ഇഷിത ഹോസ്പിറ്റലിൽ പോയിക്കോ, മഹേഷിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ശേഷം ആദിയുടെ ആ ഒരു വിഷമം ഇഷിതയെടുത്തും ചിപ്പിയെടുത്തും ആദ്യം തുറന്നു പറയാണ്. താൻ ഇടയ്ക്കിടയ്ക്ക് ദുസ്വപ്നം കാണാറുണ്ട്, ആകാശം തന്നെ കൊല്ലാൻ വരുന്ന പോലെ സ്വപ്നം കാണാറുണ്ടെന്ന് ആദ്യം പറയുമ്പോ ഇഷിത ചോദിക്കുന്നുണ്ട്, സത്യം പറ ആദ്യം, നിന്നെ അയാൾ എങ്ങാനും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം തുറന്നു പറയുന്നുണ്ട്, അത് ഇഷിതാമ്മേ, ഒരു ദിവസം അയാളെന്നെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടായിരുന്നു. അപ്പോഴേക്കും ഇഷിതക്കൊക്കെ ഷോക്ക് ആവാട്ടോ. ഇഷിത പറയുന്നത്, മോനെ നീ എന്തിനാ മോനെ അവിടെ ഇത്ര ഇരുന്ന് കഷ്ടപ്പെടണം, നോക്ക് നമുക്കൊക്കെ ഒരു ജീവിതേ ഉള്ളൂ, ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മോനത് അറിയാലോ. നീ ചെറിയ പ്രായമാണ്, നിന്റെ മമ്മീനെ ആലോചിച്ചിട്ട് നീ നിന്റെ ജീവിതം കളയരുത്, നേരായ വഴിക്ക് ചിന്തിക്കും മോനെ, സത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്ക്, അതിന്റെ കൂടെയാണ് മനുഷ്യത്തുള്ളവർ ചെയ്യേണ്ടത്. മോൻ ഇപ്പൊ എന്താ ശരിയെന്ന് തോന്നണം അതിന്റെ കൂടെ നിൽക്ക്. മോന്റെ മമ്മി ചെയ്യണ തെറ്റാന്ന് മോൻ അറിയാം, പക്ഷെ തെറ്റിന്റെ കൂടെ മോൻ നിൽക്കുന്നത് വളരെ മോശമാണ്. മോൻ സത്യസന്ധതക്കൂടെ നിന്നാൽ മാത്രമേ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇഷിത ഗുണദോഷിക്കുന്നുണ്ട്. അത് ശരിക്കും ആദിയുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. ശേഷം ഇഷിത പറയുന്നുണ്ട്, മോനെ ഇത് നിന്റെ വീടാണ്, നിന്റെ ഡാഡിയുടെ വീടാണ്, നിനക്കും ചിപ്പിക്കും അവകാശപ്പെട്ട വീടാണിത്, അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വരണോന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറയുമ്പോ ചിപ്പി പറയണ്ട, ആദ്യമായിട്ട് ഇവിടെ വാ, നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് പറയാണ്. അപ്പൊ ആദ്യം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ നാളെ കാണിക്കാൻ പോകുന്നത് ഇഷിത അങ്ങനെ ആദ്യം ഉപദേശിച്ചതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ദേവിയുടെ കൊച്ചുമകളുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ആ കൊച്ചിന്റെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആ കൊച്ചു ഡിസ്ചാർജ് ചെയ്യാൻ പോണ സമയം ഉണ്ടോ. ആ സമയത്താണ് നമ്മുടെ ഇഷിത നേരെ ആ കൊച്ചിനെ കിടത്തിയേക്കുന്ന റൂമിലേക്ക് കയറാണ്. അപ്പൊ അവിടെ ഡോക്ടർ ദേവികയുണ്ട്, അവരുടെ മോളുണ്ട്, കൊച്ചുമോൾ ഇങ്ങനെ കിടക്കാട്ടോ. അപ്പൊ കൊച്ചുമോള് നമ്മുടെ ഇഷിതനെ കാണുമ്പോ തന്നെ ഹായ് ഡോക്ടർ ആന്റി എന്ന് പറയാണ്. ഹായ് മോളെ, മോൾക്കിപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ, ഇപ്പൊ നല്ല സുഖമുണ്ട്, എനിക്ക് നല്ല സമാധാനമുണ്ട്. അങ്ങനെ വേണം, ഇനി മിടുക്കിയായിട്ട് പഠിക്കണം, പഠിച്ച് നല്ല നിലയിലെത്തണം, സത്യസന്ധത കൂടെ എപ്പോഴും നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ഉപദേശിക്കുകയാണ്. ആന്റി, എനിക്ക് ആന്റിനെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വേഗം തന്നെ ഇഷിതനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാട്ടോ. മോളെ ഇനി എപ്പോഴാ മോളെ ആന്റീനെ കാണാൻ വരാം? ഞാനേ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മേനും കൂട്ടിക്കൊണ്ടേ എന്റെ അസുഖമൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ, ആന്റിയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. അവിടെ ആന്റിക്ക് 2 കുട്ടികളല്ലേ ഉള്ളത്? അതെ, ആദിയും ചിപ്പിയും. അവരെ കാണാൻ വരും. പിന്നെ ആന്റിയുടെ ഹസ്ബൻഡ് പേരെന്താണ്? മഹേഷ്. ആ അങ്കിളിനെ കാണാൻ വരും, എല്ലാവരും കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും, എല്ലാ അച്ഛമ്മേ എന്ന് ദേവിക അടുത്ത് ചോദിക്കുമ്പോ അതേ മോളെ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാം എന്ന് പറയാണ്. അപ്പൊ മോൾ റെസ്റ്റ് എടുക്ക് കേട്ടോ. അപ്പഴിട്ട് അമ്മയടുത്ത് പറയണ്ടതേ, മേഡം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, വീട്ടിൽ പോയാലും ശരിക്കും ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം, പിന്നെ വിസിറ്റേഴ്സിനെ പരമാവധി ഒഴിവാക്കണം, കുട്ടിനെ ദൂരയാത്ര ഒന്നും ചെയ്യിപ്പിക്കണ്ട, മേഡത്തിന്റെ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്തോട്ടെ, ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് മാത്രം ദൂരയാത്ര ചെയ്താൽ മതി, കൊച്ചിന് നല്ല റെസ്റ്റ് ആണ് ഇപ്പൊ വേണ്ടത്, പേടിക്കാനൊന്നുമില്ല, എന്നാൽ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടത് റെസ്റ്റ് തന്നെ ചെയ്യണം മേഡം എന്നൊക്കെ പറയണം. എന്നിട്ട് ഇഷിത അവിടെ പോകാൻ പോകുമ്പോഴേക്കും ഡോക്ടർ ദേവിക ഇഷിത എന്ന് വിളിക്കുന്നുണ്ട്. എന്താ മേഡം എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ എന്താ മേഡം എന്തിനെങ്കിലും പറഞ്ഞോ എന്ന് ഇഷിത പറയുമ്പോ അത് പിന്നെ എനിക്ക് ഇഷിതടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും കുറച്ചു നേരം മിണ്ടാതിരിക്കുകയാണ്. മേഡം എപ്പോഴും എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും, പിന്നീട് ചോദിക്കുമ്പോ ഒന്നും മിണ്ടൊന്നുമില്ല. എന്താ മേഡം, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല, വളരെ നന്ദിയുണ്ട് എന്റെ കൊച്ചുമകളെ പഴയ രീതിയിലാക്കി എടുത്തതിന്, എല്ലാ ഡോക്ടർമാരും കൈവിട്ടതാണ്, അവസാനം ഡോക്ടർ തന്നെ വേണ്ടി വന്നു, ഒരു മാലാഖ്യനെ പോലെ, ഒരു ദൈവത്തിനെ പോലെ ഇപ്പൊ ഡോക്ടർ ഇഷിതന് ഞാനും എന്റെ മോളൊക്കെ ദൈവത്തിന്റെ തുല്യമായിട്ടാ കാണുന്നത്. സത്യമായിട്ട് ഡോക്ടർ ദേവിക അത് തന്നെയാണോ എന്നോട് പറയാൻ വേണ്ടി ഇപ്പൊ വന്നത്? എന്താ ഇഷിത അങ്ങനെ ചോദിച്ചത്? വേറെന്തോ പറയാൻ വന്ന പോലെ തോന്നി, ഞാൻ ചോദിച്ചപ്പോ മാറ്റി പറഞ്ഞ പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. വേറൊന്നുമല്ല, ഇതൊക്കെ തന്നെ പറയാൻ വേണ്ടിട്ടായിരുന്നു. ശരി, എന്നാ ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിഷിത നേരെ ഇഷിതയുടെ റൂമിലേക്ക് പോയിരിക്കുകയാണ്. ശേഷം അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും ഈ ദേവിക ഡോക്ടർ അടുത്തേക്ക് വരും, എന്തോ പറയാനുണ്ടെന്ന പോലെ വരും, എന്നിട്ടൊന്നും പറയത്തൂല, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇഷിത മഹേഷിനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ മഹേഷ്, രചന പോയോ? അയാള് ഇപ്പൊ പോയുള്ളോടോ, എന്തേലും പറഞ്ഞോ? ഞാൻ ആകാശിന്റെ കാര്യം പറഞ്ഞു, അവളിന്ന് ആകാശിനോട് സംസാരിക്കാന്നാ പറഞ്ഞത്, എന്തെങ്കിലും തുമ്പ് കിട്ടുമായിരിക്കും, അങ്ങനെ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു, അവൻ അത് ആരെ കൊണ്ടാ ചെയ്യിപ്പിച്ചെന്ന് വേണം നമുക്ക് അറിയാനായിട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, പെട്ടെന്ന് തന്നെ കേസ് തെളിയിക്കുകയും അറസ്റ്റ് നടക്കുകയും ചെയ്യും. അല്ല, താനെന്താ ഈ സമയത്ത് വിളിച്ചത്? ഡ്യൂട്ടിയിൽ കയറിയില്ലേ? ഇല്ല, ഡ്യൂട്ടി കയറാൻ പോണേ ഉള്ളൂ, അതിനു മുമ്പ് മഹേഷിനോട് ഒരു കാര്യം പറയണമെന്ന് തോന്നി. എന്താടോ? ഞാൻ ഡോക്ടർ ദേവികയുടെ കൊച്ചുമകളില്ലേ, അവളിന്ന് ഡിസ്ചാർജ് ആണ്. ആണോ? ആ കുട്ടി ഓക്കെ ആയോ? ഓക്കെ ആയി. ആ സമയത്ത് ഞാൻ റൂമിൽ പോയപ്പോ
ഡോക്ടർ ദേവിക എന്നോട് എന്തോ പറയാൻ വേണ്ടി വന്നു. അതിനുശേഷം പെട്ടെന്ന് പറയാൻ വന്ന കാര്യം പറയാതെ എന്നോട് നന്ദി പറഞ്ഞിട്ട് പോയി. അവർക്ക് എന്തോ ഒരു കുറ്റബോധം ഉള്ള പോലെ തോന്നുന്നു മഹേഷ് എനിക്ക്. ഏത് സമയത്തും അവർ എന്റെ അടുത്തേക്ക് വരുന്നത് ഒരു കുറ്റബോധത്തിന്റെ ഒരു രീതിയിലാണ് അവർ എന്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയത്തുമില്ല അവര്. തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അവർക്ക് എന്തോ കുറ്റബോധം ഉള്ളതായിട്ട്? തോന്നുന്നുണ്ട് മഹേഷ്, അവർക്ക് എന്തോ കുറ്റബോധമുണ്ട്, അവരെന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് ഇഷിത പറയുമ്പോ മഹേഷ് പറഞ്ഞു, എടോ ഞാൻ തന്നോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ, എനിക്ക് അവരെന്തോ കള്ളത്തരം ചെയ്തു എന്നാണ് തോന്നുന്നത്. കള്ളത്തരം ചെയ്തു എന്ന്? അതെ, തന്നോട് വലിയ എന്തോ ദ്രോഹം അവര് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ കുറ്റബോധം, പ്രത്യേകിച്ച് അവരുടെ കൊച്ചുമകളെ താനിപ്പോ രക്ഷിച്ചല്ലോ, അതുകൊണ്ട് ആ കുറ്റബോധത്തിൽ നീറി നീറി ജീവിക്കായിരിക്കും അവര്. അല്ല മഹേഷ് എന്താ പറഞ്ഞിരുന്നത്? അല്ല, എന്റെ ഒരു സംശയമാണ്, തന്നെ ഒരിക്കൽ നോക്കിയിട്ട് അവരാണല്ലോ താൻ ഒരിക്കലും ഗർഭിണി ആവില്ല എന്ന് വിധി എഴുതിയത്. അതാണല്ലോ തന്റെ ജീവിതം തകർന്നു ഫസ്റ്റ് കുടുംബജീവിതം തകർന്നു പോകാൻ കാരണം അതാണല്ലോ എന്ന് പറയണം. അത് അവരൊരു കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇഷിത. താനാണെങ്കിൽ വേറെ ഡോക്ടറെ പോയി കണ്ടുമില്ല. എനിക്ക് തോന്നുന്നു തനിക്ക് അന്ന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. എനിക്കും ഇപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് മഹേഷ് എന്ന് പറയണം. എന്തായാലും അവര് കള്ളം പറഞ്ഞത് എന്തായാലും എനിക്ക് ഗുണം ചെയ്തു. അതെന്താ? അല്ല, അതുകൊണ്ടിട്ടാണല്ലോ തന്നെ എനിക്ക് കിട്ടിയത് എന്ന് പറയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അവരങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മഹേഷ് കിട്ടിയ സന്തോഷം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്റെ അമ്മയും അച്ഛനും ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനും ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മഹേഷ്. അതൊക്കെ ആലോചിക്കുമ്പോ വല്ലാത്തൊരു വിഷമമുണ്ട്. എങ്കിലും എനിക്ക് അവരുടെ ആ ഒരു തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാനൊക്കെ ഞാൻ തയ്യാറാണ് എന്ന് ഇഷിത പറയാം കേട്ടോ. അതിനുശേഷം ദേവിക ഡോക്ടർക്ക് ആ കുറ്റബോധം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാതെ അവര് നേരെ മനസ്സുനിയുടെ വീട്ടിലേക്ക് പോവാണ്. ബെല്ലടിക്കുമ്പോഴേക്കും മനസ്സിന് വാതിൽ തുറക്കാണ്. ദേവികനെ കാണുമ്പോ മനസ്സിനെ ആകെ ഞെട്ടുവാട്ടോ. ഡോക്ടർ ദേവികയോ, നിങ്ങളെന്താ ഇവിടെ? എനിക്ക് മനസ്സിനെടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് പണമൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറയാണ്. എനിക്ക് നിങ്ങളുടെ പണവും വേണ്ട, ഒന്നും വേണ്ട. വേണമെങ്കിൽ നിങ്ങൾ തന്ന പണം തിരിച്ചു തരാനും ഞാൻ റെഡിയാണ്. കാരണം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അതിനൊന്നും ഒരു പ്രായശ്ചിത്വം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാണ്. അല്ല, എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ ഇഷിതയുടെ ജീവിതം ഞാനല്ലേ തകർത്തത്? എന്ത് ജീവിതം തകർത്തുന്ന? അവൾക്കിപ്പോ നല്ലൊരു കുടുംബജീവിതം ഇല്ലേ? എന്ത് കുടുംബജീവിതം? ഒരു രണ്ടാം കെട്ടുകാരനെയാ ഡോക്ടർ ഇഷിത വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് മാത്രല്ല 2 കുട്ടികളുടെ അച്ഛൻ. പക്ഷെ അവൻ നല്ലൊരു മനുഷ്യനാണ്. അതെ, ആ ഡോക്ടർ ഇഷിതയുടെ നല്ല മനസ്സുകൊണ്ട് നല്ലൊരു ഭർത്താവിനെയും കുടുംബത്തിനെയും കിട്ടി. എല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താനെ? പാവം ആ പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് തകർത്തു. അതിന്റെ പേരിൽ അവൾക്ക് എന്തൊക്കെ കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നൊക്കെ ദേവിക പറയാണ്. അപ്പൊ ഇവര് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അഷിത അവിടേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അഷിത ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ അറ്റോ മുറിയും മാത്രമേ കേൾക്കുന്നുണ്ട്, ഫുള്ളായിട്ട് അഷിത കേൾക്കുന്നില്ല. അപ്പൊ അഷിതക്ക് മനസ്സിലായി ഡോക്ടർ ദേവികയും അതുപോലെ തന്നെ മനസ്സിനെ തമ്മിൽ എന്തോ വലിയ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇതൊന്നും കൂടി നമ്മുടെ ഇഷിതടുത്ത് പറയാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത്. എന്തായാലും ദേവിക ഡോക്ടർ സത്യങ്ങളൊക്കെ തുറന്ന് നാളെ കഴിഞ്ഞിട്ട് പറയും കേട്ടോ ഇഷിതടുത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്ന്. ഇഷിതയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോണത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.